everyone, welcome back to our channel Food and Beauty. ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് നല്ല കാച്ചിയ എണ്ണയുടെ റെസിപ്പിയാണ്. നാട്ടുമ്പുറങ്ങളിലെല്ലാം സ്ഥിരമായിട്ട് എല്ലാവരും തന്നെ കാച്ചി ഉപയോഗിക്കുന്ന എണ്ണ തന്നെയാണ് കേട്ടോ. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഷെയർ ചെയ്യാണ്. അപ്പോൾ എന്തായാലും ഇത് ഉപയോഗിച്ച് നോക്കുക, ഉണ്ടാക്കി നോക്കുക. ഫുഡ് ആൻഡ് ബ്യൂട്ടി റിലേറ്റഡ് വീഡിയോസിനായിട്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തിക്കും. നമുക്ക് ഈ എണ്ണ ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ളത് നമ്മുടെ തൊടിയിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ തന്നെയാണ്. ഞാൻ 2 ലീഫ് കറ്റാർ വാഴ എടുത്തിട്ടുണ്ട്. മുടി നല്ലപോലെ മോയ്സ്ചറൈസ് ആക്കി വയ്ക്കാനും വളരാനും വളരെ ഹെൽപ്ഫുള്ളാണ്. പേരയിലയുടെ കൂമ്പ് എടുത്തിട്ടുണ്ട്, അതും മുടി വളരാനായിട്ട് നല്ല ഹെൽപ്ഫുള്ളാണ് കേട്ടോ. ശംഖുപുഷ്പം പണ്ട് മുതൽക്കേ തന്നെ മുടി വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒന്ന് തന്നെയാണ്. നമുക്കെല്ലാം അറിയാം, അകാലനര തടയാനും മുടി നല്ലപോലെ കറുക്കുന്നതിനും നെല്ലിക്ക നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതുമാത്രമല്ല, ഇഷ്ടം പോലെ മിനറൽസും അടങ്ങിയിട്ടുണ്ട്. മുടിയിലെ താരനും പിമ്പിൾസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമുക്ക് തുളസി ഒരു പിടി എടുക്കാം. അകാലനര മാറുന്നതിന്, നല്ലപോലെ എക്സ്ഫോളിയേറ്റ് ആവുന്നതിന് ഒക്കെ വേണ്ടിയിട്ട് ചെമ്പരത്തിയും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. മുടി കറുക്കാനും മുടി വളരാനും വളരെ ബെനഫിഷ്യലാണ് കറി ലീവ്സ്, കറിവേപ്പില, അതും ഒരു പിടി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പിടി ഉള്ളി എടുത്തിട്ടുണ്ട്, ചെറിയ ഉള്ളി. മുടി വളരാൻ ഏറ്റവും നല്ല ഒന്നാണ് കേട്ടോ ഈ ചെറിയ ഉള്ളി. താരൻ മാറാനും ഹെൽപ്പ് ചെയ്യും. നല്ല പോലെ മുടിക്ക് ഗ്രോത്ത് ഉണ്ടാവും. അപ്പോൾ അതും ഒരു പിടി എന്തായാലും എടുക്കാം. പിന്നെ നീലഭൃങ്ങാതി ഉണ്ടെങ്കിൽ അതെടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഭൃംഗരാജ ആണ്. നമ്മുടെ നീലഭൃങ്ങാതി ചെടി നശിച്ചു പോയതുകൊണ്ടിട്ടാണ് അതെടുക്കാത്തത് കേട്ടോ. അപ്പോൾ ഭൃംഗരാജ അല്ലെങ്കിൽ കയ്യുണ്ണിയം എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ഒരു ഇല, ഈ ഒരു പൂ കണ്ടിട്ട് നമുക്ക് തിരിച്ചറിയാം. തൊടിയിലൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് പറിച്ചെടുക്കുക. മുടി വളരാൻ പണ്ട് മുതൽക്ക് തന്നെ ഉപയോഗിക്കുന്നതാണ്. ഭൃംഗരാജ ഓയിൽ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വാങ്ങുമല്ലോ. അങ്ങനെ നമ്മൾ വാങ്ങുമ്പോഴും അതിൽ എത്രമാത്രം ഇതെല്ലാം അടങ്ങിയിട്ടുണ്ടെന്നുള്ളത് നമുക്ക് കൺഫേംഡ് അല്ല. ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമുക്ക് ഉറപ്പാണ് ഇതൊക്കെ ഇത്ര അളവിൽ നമ്മൾ ചേർത്തിട്ടുണ്ട് എന്നുള്ളത്. അതാണ് ഏറ്റവും പ്രത്യേകിച്ച് നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യം. സോ ഇത് അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ തന്നെ ഉണ്ടാക്കി ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് മിക്സിയിൽ അടിച്ചെടുക്കാം. പക്ഷേ അതിലും ബെറ്റർ പണ്ട് മുതലേ ആയുർവേദത്തിലൊക്കെ യൂസ് ചെയ്തിരുന്ന പോലെ തന്നെ എല്ലാം ഒന്ന് ചതച്ച് എടുക്കുന്ന രീതിയാണ്. അപ്പോൾ ഞാൻ ഓരോ ഇൻഗ്രീഡിയൻസും ചതച്ച് എടുത്ത് മാറ്റി വയ്ക്കാണ്. നമ്മൾ എണ്ണ കാച്ചാൻ പോകുന്ന പാത്രത്തിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. വളരെ ഈസിയാണ്. കുറച്ചെടുക്കുക, ഇടിക്കുക, പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉലുവ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കരിഞ്ജീരകമുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന നിങ്ങളുടെ ലൊക്കാലിറ്റിയിൽ മുടി വളരാനായിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്ന ഓരോ ആയുർവേദ ചെടികളുണ്ടാകുമല്ലോ, അങ്ങനെയുള്ള സസ്യങ്ങളും ഇതിലേക്ക് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ബേസിക്കലി കിട്ടുന്ന കാര്യങ്ങളാണ് ഉപയോഗിച്ച് ഉണ്ടാക്കാറ്. എപ്പോഴും ഒരെണ്ണം ഒറ്റ ലീഫ് കൊണ്ട് എണ്ണ കാച്ചുന്നതിലും നല്ലത് എല്ലാം കൂടി എടുത്തിട്ട് ഇതുപോലെ കാച്ചി ഉപയോഗിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഇത് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ നല്ല നാടൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ഇത് ബോയിൽ ചെയ്യിക്കാൻ പോവാണ്. സോ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാത്രം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഒരു 20 മിനിറ്റ്സിൽ നമുക്ക് ഈ എണ്ണ റെഡിയായി കിട്ടും. അപ്പോൾ നമുക്കിതിനെ തിളയ്ക്കാൻ വേണ്ടിയിട്ട് അനുവദിക്കാം. കറ്റാർവാഴ ഞാനിവിടെ കട്ട് ചെയ്ത് ജസ്റ്റ് കൈകൊണ്ട് കട്ട് ചെയ്താണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നല്ലപോലെ തിളച്ച് നല്ല സ്മെല്ല് വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് കുരുമുളക് ചേർത്ത് കൊടുക്കണം. അങ്ങനെയാണ് അത് പൊട്ടുന്നതിൻ്റെ കണക്കനുസരിച്ചിട്ടാണ് കറക്റ്റ് മൂപ്പായിട്ടുണ്ടോ എന്നറിയുന്നത്. അപ്പോൾ മൂപ്പ് കൂടിയാലും കുറഞ്ഞാലും പ്രശ്നമാണ്. ഇനി നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, ഇത് അപ്ലൈ ചെയ്യുന്നതാണ്. അത് കറക്റ്റ് മർമ്മസ്ഥാനങ്ങളിൽ നമ്മൾ കുറച്ച് ഡ്രോപ്സ് എണ്ണ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഒത്തിരി ഇങ്ങനെ എണ്ണ എടുത്ത് വയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കുറച്ച് ഡ്രോപ്സ് എടുത്ത് കയ്യിൽ നല്ലപോലെ തിരുമ്മി ചൂടാക്കുക. എന്നിട്ട് ഈ മർമ്മസ്ഥാനങ്ങളിൽ നല്ലപോലെ പുരട്ടി മസാജ് ചെയ്ത് കൊടുക്കുക. തല ഓട്ടിയിലാണ് നമ്മൾ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ നല്ലപോലെ മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം വേണമെങ്കിൽ കുറച്ച് തല കുനിച്ചിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം. കുനിഞ്ഞ് നിന്നിട്ട് അങ്ങനെ മസാജ് ചെയ്താൽ ബ്ലഡ് സർക്കുലേഷൻ കൂടും, ഹെയർ ഗ്രോത്ത് കൂടുകയും ചെയ്യും. പിന്നെ ഇതിൻ്റെ ഗുണങ്ങളും അതിനെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ആ രീതിയിൽ ഡെയിലി നമുക്ക് മസാജ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കഞ്ഞിവെള്ളമോ
അല്ലെങ്കിൽ വീര്യം കുറഞ്ഞിട്ടുള്ള ഷാമ്പുവോ താളിയോ ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് കഴുകിക്കളയാം. അപ്പോൾ നല്ലപോലെ പാകമായി ഒന്ന് ക്രിസ്പായിട്ട് എണ്ണ വരുന്ന സമയത്ത്, നല്ലപോലെ സ്മെല്ല് വരുന്ന സമയത്ത് 1 ടേബിൾ സ്പൂണോളം കുരുമുളക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു കുരുമുളക് പൊട്ടിത്തെറിക്കുമ്പോൾ തന്നെ നമുക്ക് ഈ എണ്ണ ഓഫ് ചെയ്ത് വാങ്ങി വെക്കാം കേട്ടോ. കുരുമുളകും മുടിക്ക് നല്ലതാണ്, ഓവർ ആവരുത്. കുറച്ച് 1 ടേബിൾ സ്പൂണൊക്കെ ചേർക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ നമ്മുടെ എണ്ണയുടെ കളർ നോക്കി നല്ലപോലെ ഗ്രീനിഷ് കളറായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ നല്ല സ്മെല്ലുമാണ്. അപ്പോൾ നമുക്ക് ഇപ്പം തന്നെ ഇത് അരിച്ചു മാറ്റേണ്ട ആവശ്യമില്ല. ഈ ഇലകളൊക്കെ അതിൽ തന്നെ കിടന്നോട്ടെ. നല്ലപോലെ ആറിയതിന് ശേഷം നമുക്ക് ഒരു ക്ലോത്ത് ഉപയോഗിച്ചിട്ട് അരിച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ സത്ത് മുഴുവനായിട്ട് ഇതിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും. ഈ രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നമ്മൾ ചേർത്തിട്ടുള്ള ഓരോ ഇൻഗ്രീഡിയൻസിൻ്റെയും ഗുണങ്ങൾ ഈ ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണയിൽ അടങ്ങിയിട്ടുണ്ടെന്ന് ഉറപ്പാണ് നമുക്ക്. അപ്പോൾ അതിൻ്റേതായ ഗുണവും നമുക്ക് കിട്ടും. ഞാനൊരു തുണി ഇവിടെ എടുത്തിട്ടുണ്ട്. അതിതുപോലെ വിരിച്ചിടുക. അതിനുശേഷം അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ തുണി വെച്ച് അരിക്കുമ്പോൾ ഒട്ടും തന്നെ തരികൾ ഉണ്ടാവില്ല. അപ്പോൾ മുടിയുടെ മുകളിൽ ഇങ്ങനെ തരിയൊന്നും ഇരിക്കുന്നതായിട്ട് നമുക്ക് ഒട്ടും ഫീലിങ്സ് ഉണ്ടാവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് തുണി വെച്ചിട്ട് നല്ലപോലെ അരിച്ചെടുക്കുന്നത്. നല്ലപോലെ പിഴിഞ്ഞെടുക്കണം. ഒട്ടും തന്നെ എണ്ണ വേസ്റ്റ് ആക്കരുത്. എല്ലാം നല്ല ഗുണമുള്ള എണ്ണയാണല്ലോ. അപ്പോൾ ഒരു ഡ്രോപ്പ് പോലും നമ്മൾ പാഴാക്കേണ്ട ആവശ്യമില്ല. നല്ലപോലെ പിഴിഞ്ഞ് എടുക്കുക. ഇനി നമുക്കിതൊരു ചില്ലുകുപ്പിയിൽ ആക്കി സൂക്ഷിച്ചു വെക്കാം കേട്ടോ. ഏറ്റവും നല്ലത് ചില്ലുകുപ്പി തന്നെയാണ്. കുറേ അധികം കാലം നമുക്ക് സൂക്ഷിച്ചു വെക്കാനായിട്ട് പറ്റും. കാരണം ഒത്തിരി എണ്ണ നമ്മൾ യൂസ് ചെയ്യുന്നില്ലല്ലോ, കുറച്ച് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇപ്പോൾ ഉപയോഗിക്കാനുള്ള എണ്ണ വേണമെങ്കിൽ നമുക്ക് പ്ലാസ്റ്റിക് ബോട്ടിൽ, ചെറിയൊരു ബോട്ടിലേക്ക് പകർന്ന് വെച്ചിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഡെയിലി നല്ലപോലെ മസാജ് ചെയ്ത് കുളിക്കാം. അപ്പോൾ നമുക്ക് നന്നായിട്ട് തന്നെ റിസൾട്ട് മനസ്സിലാവും. അപ്പോൾ ഒരു 3 months നമ്മൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നല്ലപോലെ ഹെയർ ഗ്രോത്ത് ആവുന്നത് അറിയാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം തീർച്ചയായിട്ടും അറിയിക്കുക. ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കൂ ചാനൽ. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരയ്ക്കും ബൈ, ടേക്ക് കെയർ.